ഞങ്ങളൊരു നല്ല മാങ്ങ പുളിശ്ശേരി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ സമയത്ത് ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാല്ലേ. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ തൊലി കളഞ്ഞ മാങ്ങയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒരു രണ്ട് പച്ചമുളക് നാലായി കീറിയതും ഇട്ട് കൊടുത്തിട്ടോ. ഇതിപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറെടുക്കണം കേട്ടോ. അപ്പോൾ അരപ്പിക്ക് കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് തൈരും ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരക്കണം കേട്ടോ. തീരെ തരി ഉണ്ടാവരുത്, നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാങ്ങ അടിച്ച് വെച്ച് അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചെടുക്കാം കേട്ടോ. ഈ മാങ്ങയും ശർക്കരപ്പാനിൻ്റെ വെള്ളം കൂടി നല്ലോണം ഇളക്കി അത് നല്ലോണം കുറുക്കി അതിലും കടന്ന മാങ്ങ നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. വെന്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ നെയ്യും കൂട്ടി നല്ലോണം ഇറക്കിയിട്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇത് അടച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് ഇടയ്ക്ക് ഇളക്കി ഉണ്ടായിരുന്നു കേട്ടോ. വേവിച്ചെടുത്തിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നല്ലോണം തിളക്കുന്നുണ്ട്. ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മാങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലോണം വെന്തിട്ട് ആ ശർക്കരയിൽ കിടന്നിട്ട് അപ്പോൾ അരപ്പ് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി മിക്സ് ആക്കട്ടോ ചെയ്യണേ. മാങ്ങ ഉണ്ടായതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഈ ടൈമിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു താളിപ്പ് ഒഴിക്കാണ്ട് കേട്ടോ. ആ താളിപ്പും കൂടി വരുമ്പോഴാണ് ഇതിന് നല്ല പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ താളിപ്പ് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ നെയ്യിലാട്ടോ താളിക്കുന്നത്, വെളിച്ചെണ്ണയിലല്ല. അതിൽ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കണില്ല, ഓരോ നെയ്യ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിക്കുന്നുള്ളൂ, കാരണം നേരത്തെ കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ മാങ്ങ പുളിശ്ശേരിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.